അപ്പൊ പണം പിരിക്കുക, പിരിച്ച ആവശ്യത്തിന് ഉപയോഗിക്കാതിരിക്കുക, ഇത് കോൺഗ്രസിന്റെ ശൈലിയാണ്. ഇപ്പോ കെ എ ദാമോദര മേനോൻ, ലീലാ ദാമോദര മേനോൻ, പനമ്പിള്ളി ഗോവിന്ദ മേനോൻ, ഒടുവിൽ ശ്രീ കെ കരുണാകരൻ, ഇവരുടെയൊക്കെ സ്മാരകം പണിയാൻ വേണ്ടി പിരിച്ച പണം എവിടെയെന്ന് കോൺഗ്രസിൽ തന്നെ പല കാലങ്ങളിൽ പല നേതാക്കന്മാർ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ശ്രീ കെ കരുണാകരൻ ഈ പട്ടികയിൽ ഒടുവിൽ നമ്മെ വിട്ടുപിരിഞ്ഞ നേതാവാണ്. അദ്ദേഹത്തിന് സ്മാരകം നിർമ്മിക്കാൻ വേണ്ടി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4 തവണ ഫണ്ട് ശേഖരണം നടത്തി. എവിടെയെങ്കിലും സ്മാരകം ഉണ്ടായോ? അപ്പൊ ഇത് പതിവ് രീതിയാണ്. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഒരു ആരോപണവും ഇപ്പൊ ഉന്നയിക്കുന്നില്ല, ഒരു വിമർശനവും ഉന്നയിക്കുന്നില്ല. പക്ഷെ വയനാട് അങ്ങനെയല്ല. വയനാട്ടിൽ കുറെ കൂടി, വയനാട്ടിൽ ഇപ്പോ കൊല്ലപ്പെട്ട മനുഷ്യർ, ആ ദുരന്തത്തിൽ കൊല്ലപ്പെട്ട മനുഷ്യർ, അത് എത്ര ഹൃദയഭേദകമാണ്. മൃതശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ ഏറ്റുവാങ്ങി സംസ്കരിക്കേണ്ടി വരിക, DNA സാമ്പിളുകൾ എടുത്ത് സൂക്ഷിക്കുക, ഭാവിയിൽ അസ്ഥിപഞ്ജരങ്ങൾ എവിടെ നിന്നെങ്കിലും കിട്ടിയാൽ ഇതുമായി ഒത്തുനോക്കാൻ. നമുക്കൊന്നും അനുഭവമില്ലാത്ത ഒരു ദുരന്തമല്ലേ അത്? എത്ര വലിയ ദുരന്തമാണ് അത്. പറഞ്ഞ് പണം പിരിക്കുക, മൃതശരീരം വെച്ച് കാശ് പിരിച്ച് ആ പണം തെരഞ്ഞെടുപ്പ് ചെലവിന് ഉപയോഗിച്ചാൽ, ആ പണം പലരുടെയും പോക്കറ്റിലേക്ക് പോയാൽ, അതിൽ മനുഷ്യൻ എന്ന നിലയിലുള്ള നമ്മുടെയൊക്കെ കേരളീയരുടെ ഒരു അസ്തിത്വമല്ലേ ചോദ്യം ചെയ്യപ്പെടുന്നത്?